അച്ഛൻ പറഞ്ഞ ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞ് കേട്ടപ്പോ വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ആതിര വിളിച്ചു അമൃതേച്ചി? ആ വിളിച്ചിരുന്നു. 10 മണിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ടും പൊളിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി. അവൾക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റിയ നന്നായി. അതെ, ആകാശ് ഇങ്ങോട്ട് വരുന്നു ഞാൻ കരുതി. വരണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അഖിലയുമായി ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഊഹിച്ചു. എന്താ പ്രശ്നം? അത് ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ പോലും എടുക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് വന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ മോശമായി പ്രതികരിച്ചെങ്കിലും എന്ന് കരുതിയാ ഞാൻ വരാതിരുന്നത്. നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എങ്കിലും അതിന്റെ പേരിൽ ആകാശ് ഞങ്ങളെ എല്ലാവരെയും മൊത്തത്തിൽ മാറ്റി നിർത്തുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്തിന്റെ പേരിലായാലും നീ ഒന്ന് വന്ന് ആരാധ്യയെ കണ്ടിരുന്നെങ്കിൽ അതവക്ക് സന്തോഷമായേനെ, സമാധാനവും ആയേനെ. അമൃതേച്ചി, ചേച്ചി പറഞ്ഞത് ശരിയാണ്. വലിയൊരു തെറ്റാ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അഖില ഇനി എന്ത് പറഞ്ഞാലും ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അമൃതേച്ചി ഇവിടെ നിൽക്കുവാണോ? കുറെ നേരമായിട്ട് കാണാത്തോണ്ട് ഞാൻ നോക്കി വന്നതാ. ആരാ? ആകാശ, സംസാരിക്ക. എനിക്കൊന്നും സംസാരിക്കാനില്ല. ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടോ? ദേ, ആരാധ്യ റൂമിലേക്ക് കൊണ്ടുവരാൻ പോവാ. അത് ഫോണിൽ സംസാരിച്ച് നിൽക്കുവാണോ? അഖിലേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്ക്. അഖിലേ, ആകാശേ, നീ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരണം. ബാക്കി നേരിട്ട് കണ്ടിട്ടാവാം. വരാം അമൃതേച്ചി. വിട്. ഇനി അങ്ങോട്ട് കഴിയുന്നത്ര കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് ശീലിക്കണം. ആരും എന്നെ സഹായിക്കാൻ ശ്രമിക്കണ്ട. മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമൃതേച്ചി, ഞാൻ പറഞ്ഞില്ലേ, എന്നെ ആരും ഒന്നിനെ സപ്പോർട്ട് ചെയ്യണ്ട. ഞാൻ തനിയെ ചെയ്തോളാം. ദേ ആരാധ്യ, ഇത് പിള്ളേരുകളിയല്ല, ഒരു സർജറി കഴിഞ്ഞ ആളാ നീ. ആ മുറിവ് ഉണങ്ങുന്നത് വരെ ആയാസപ്പെട്ട് ഒന്നും ചെയ്യണ്ട. വല്ല ഇൻഫെക്ഷനും സംഭവിച്ചാൽ കൈ തന്നെ മുറിച്ച് കളയേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാ മതി. നീ അവളെ വഴക്കൊന്നും പറയണ്ട. പാവത്തിന്റെ സങ്കടം കൊണ്ട് ഓരോന്ന് ചെയ്യുന്നതാ. ഒന്നുമില്ലെങ്കിലും നിന്റെ ചേച്ചി ഒരു നഴ്സല്ലേ. ഒരുവിധം ഭേദമാവുന്നത് വരെ അവള് പറയുന്നൊന്ന് കേൾക്ക്. ഞാനിപ്പൊ കിടക്കുന്നില്ല. ഇത്തിരി നേരം ഒന്ന് ഇരുന്നോട്ടെ. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ഇതിലും വലിയ കനൽ വഴികൾ താണ്ടിയ ഈ ചേച്ചി നിങ്ങൾ അനിയത്തിമാരെയൊക്കെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത്. ഇപ്പൊ സംഭവിച്ചതൊന്നും ഒരു വലിയ ദുരന്തമായിട്ട് ഏറ്റെടുക്കാതെ എന്റെ മോള് പൊരുതണം, പോരാടണം. ജീവിതത്തില് വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കണം. അല്ലാതെ സങ്കടപ്പെടുകയല്ല വേണ്ടത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.